എല്ലാവർക്കും നമസ്കാരം. വറുത്തരച്ച മസാലയിൽ ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായി അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമുള്ളത് അരക്കപ്പ് തേങ്ങ, 4-5 ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, കുറച്ച് കറി മസാലയും. ആദ്യം തേങ്ങ നന്നായി ഒന്ന് വറുത്തെടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ അനൈസ്, പെരിഞ്ജീരകം ഇടാം. തേങ്ങ ഇടാം. കൂടെ തന്നെ കറിവേപ്പില, ചെറിയുള്ളി അരിഞ്ഞത്, തേങ്ങ ചെറുതായി ചോക്കുന്നവരെ വറുത്തെടുക്കാം. തേങ്ങ ഇത്രയും ചുവന്നാൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. മല്ലിപ്പൊടി വറുത്ത് പൊടിച്ചത് കൊണ്ട് തന്നെ കുറേ നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഏഴ് വെളുത്തുള്ളി അല്ലി, 1 പീസ് ഇഞ്ചി, 2 പച്ചമുളക്, ഇതൊന്ന് ചതച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിടാം. വെളുത്തുള്ളി ഇഞ്ചിയുടെയും പച്ചമുളകെല്ലാം പോകണം. ഇതിലേക്ക് സവാള ഇടാം. സവാള ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ ആകണം. സവാള ഇത്രയും ചുവന്നാൽ മതി. ഇതിലേക്ക് തക്കാളി ഇടാം. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം. നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇടാം. രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ആവശ്യത്തിന് ഉപ്പിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങൾ വെന്തോ നോക്കാം. കറക്റ്റായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പൊഴിക്കാം.
ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. 2 മിനിറ്റ് നന്നായി തിളപ്പിക്കാം. കറി നന്നായി തിളച്ചിട്ടുണ്ട്. കറിവേപ്പിലയും മല്ലിയിലയും ഇടാം. വളരെ ടേസ്റ്റി കറി 10-15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചോറിന് മാത്രമല്ല, ദോശ, ഇഡ്ഡലി, വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.